സദസ്സിന് വന്ദനം. ജീവിതം സുഖപൂർണമാക്കാനുള്ള മനുഷ്യന്റെ അന്വേഷണം സംഭാവന ചെയ്ത ഒരു വസ്തുവാണ് പ്ലാസ്റ്റിക്. കൊണ്ടു നടക്കാനും സൂക്ഷിച്ചു വെക്കാനും കൈമാറ്റം ചെയ്യാനും വൃത്തിയായി വെക്കാനും മനുഷ്യനെ ഏറെ സഹായിച്ച പ്ലാസ്റ്റിക് ഇന്ന് ഭൂമിയുടെ കാലനാണ്. ഏതൊരു വസ്തു നശിക്കുകയോ മാറ്റത്തിൽ വിധേയമാകുകയോ ചെയ്തില്ലെങ്കിൽ അത് ഭൂമിക്ക് ബാധയാകും. മനുഷ്യൻ മരിച്ചില്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ഭൂമിക്ക് മാരമാവില്ലേ? ഇവിടെയാണ് പ്ലാസ്റ്റിക് വിജയിച്ചത്. അവൻ മരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മണ്ണിൽ താങ്ങാനാവാത്ത വിധം ഭീകരമാണ് അവന്റെ സാന്നിധ്യം. പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്ന കാര്യത്തിൽ ലോകത്ത് മുൻപന്തിയിൽ കേരളമാണ്. എന്തുകൊണ്ട് തന്നെ കേരളീയൻ പ്ലാസ്റ്റിക്കിനെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. എന്തിനധികം പ്രിയ ഉമ്മമാരെ, രാവിലത്തെ സ്നാക്സും കുടിക്കാനുള്ള വെള്ളവും ഉച്ചത്തെ ഭക്ഷണവും സൗകര്യാർത്ഥം നിങ്ങൾ പ്ലാസ്റ്റിക് പാത്രത്തിൽ തന്നുവിടുമ്പോൾ നിങ്ങൾ ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇത് ഞങ്ങളുടെ ശരീരത്തിൽ ഹാനികരമാകുമെന്ന്? ആരോഗ്യത്തിന് വേണ്ടി തന്നയക്കുന്ന ഭക്ഷണ സാധനങ്ങൾ അനാരോഗ്യത്തിലേക്ക് നയിക്കാൻ കാരണം പ്ലാസ്റ്റിക് പാത്രത്തിന്റെ ഉപയോഗത്തിലൂടെയാണെന്ന് ഒരു നിമിഷം ചിന്തിച്ചാൽ നന്ന്. ഇന്നു തന്നെ നമുക്കൊരു തീരുമാനമെടുക്കാം. നമ്മുടെ നന്മക്കായി ഭക്ഷണ സാധനങ്ങൾ പ്ലാസ്റ്റിക് പാത്രങ്ങൾ കഴിക്കില്ല, മറ്റാർക്കും കൊടുക്കുമില്ലെന്ന്. ഈ ചെറിയ സമയത്തിനുള്ളിൽ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്ലാസ്റ്റിക്കിന്റെ ഭീഷണി മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങളെ സ്വാധീനിക്കുമെന്നുള്ളതാണ് ജയ്പൂരിൽ നിന്ന് നമ്മൾ വായിച്ചറിഞ്ഞത്. അവിടെ പശു പെട്ടെന്ന് ചത്തു. രോഗം കാരണം അറിയില്ല. അന്വേഷണത്തിൽ 45ഓളം കിലോഗ്രാം പ്ലാസ്റ്റിക് ആണ് അതിന്റെ വയറ്റിൽ നിന്ന് കണ്ടെടുത്തത്. കാലത്തിന്റെ പോക്കൊന്ന് നോക്കൂ. അവിടെ മാത്രമാണോ നമ്മുടെ ജലസ്രോതസ്സുകളിൽ വറ്റിക്കാൻ ഇവന്